ദിശേ, ഇപ്പോൾ ഫോണും തുറന്നുകൂടാ, ടി വിയും തുറന്നുകൂടാ, എവിടെ നോക്കിക്കഴിഞ്ഞാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നീ ഇപ്പോൾ ഫോൺ തുറക്കാറുണ്ടോ? ഞാൻ നോക്കാറുണ്ട്, ചിലതൊക്കെ ഞാനും കണ്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയൊരു ചർച്ച അല്ലേ, ഒരു ചർച്ചയായിട്ട് വേണേൽ കാണാം, അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായമായിട്ട് വേണേൽ കാണാം. അപ്പോൾ കൂടുതലും ഈ സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലേ? അപ്പോൾ നമുക്ക് ദിശയോട് തന്നെ ആദ്യം ചോദിക്കാം, ഒരു സ്ത്രീ എന്ന നിലയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ മേഖലയിലും ഇതുപോലുള്ള കമ്മീഷൻ വരണം എന്നാണ്. സ്ത്രീകളുടെ സംരക്ഷണത്തിന് മാത്രമല്ല, പുരുഷന്മാരുടെ സംരക്ഷണത്തിനും വേണം. ഇതിപ്പോ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. ഇതേപോലെ തന്നെ എല്ലാ മേഖലയിലും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അനീതിയും അക്രമവും ഒക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു അന്വേഷണം വരണം. ഇടയ്ക്ക് അങ്ങനെ വന്നാൽ കുറേ ശുദ്ധികലശം ഉണ്ടാവും. കുറേ പേരെ തിരിച്ചറിയാനും അതെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ശിക്ഷിക്കാനൊക്കെ അത് സാധിക്കുമല്ലോ അതിലൂടെ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഒരുപാട് നടന്മാർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇവരൊക്കെ ഈ രീതിയിൽ ചോദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്നൊക്കെ. അതിൽ ഒരുപാട് ആളുകൾ ഇതിന് തയ്യാറായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആളുകൾ ഇതിന് തയ്യാറല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ തയ്യാറായ ആൾക്കാരെ ഇപ്പോൾ ഒരാൾക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൽ വലിയൊരു തെറ്റാണോ? ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? ഇല്ല. അതിൽ ഒരു മാന്യമായ ഒരു വേർഷനല്ലേ അത് അല്ലേ? അങ്ങനെ ചോദിക്കുന്നതിൽ വലിയൊരു തെറ്റുള്ളതായിട്ട് അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകൾ എന്തായാലും ചോദിക്കും. അപ്പോൾ നമുക്ക് താല്പര്യമില്ല എങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. നമ്മൾ അതൊന്നും ചോദിക്കാത്ത നല്ല നല്ല ജെന്യുവനായിട്ട് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അല്ലെ അതിനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ അതിനുള്ള അതിലൂടെ അവസരങ്ങൾ നേടാൻ ശ്രമിക്കുക. പിന്നെ ആ ഒരു ഘട്ടം കഴിഞ്ഞ് വീണ്ടും അവരെ ഇങ്ങനെ ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബലാത്കാരമായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനെതിരെയൊക്കെ ശക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുക തന്നെ വേണം. നമ്മളൊരു ജോലിക്ക് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത്. ഒരു തരം കൈക്കൂലി തന്നെയാണ്. അവർക്ക് പണമാണ് താല്പര്യം, മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോടായിരിക്കും താല്പര്യം. അതെ, ഇപ്പോൾ ചിലര് സിനിമ എടുക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ഉദ്ദേശത്തോടെ, എല്ലാവരും എന്നല്ല, പലരും കലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് സിനിമയെ പാഷനായിട്ട് കണ്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി മാത്രം, ഈ സെക്സ് എന്നുള്ള ഒരു ആവശ്യം നടക്കും എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രം സിനിമ എടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ. ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം പൈസ ഇറക്കി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അല്ലേ അത് എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ ഹെൽത്ത് സെക്ടറിലാണെങ്കിലും ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും ഇതുപോലെയുള്ള ഇപ്പോൾ നഴ്സിംഗ് സ്റ്റാഫുകൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. അതിപ്പോൾ ഇതുപോലെ സെക്ഷലി ആണെങ്കിലും അല്ലാതെ ഇപ്പോൾ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും നഴ്സിംഗ് സ്റ്റാഫുകളായാലും ഇപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സ് ആയാലും പല പ്രശ്നങ്ങളും നേരിടുന്നത്. ഇതിപ്പോൾ വലിയൊരു സംഭവമാക്കുന്നതെന്ന് വെച്ചാൽ മീഡിയയാണ് വലിയ സംഭവമാക്കി എടുക്കുന്നത്. കാരണം ഇതിന് ഇപ്പോൾ ഒരു സിനിമാ മേഖലയാകുമ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു മേഖലയാണല്ലോ. ഇപ്പം തന്നെ അടുത്തൊരു PG ഡോക്ടർ ഇപ്പം ദാരുണമായിട്ട് ഇപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടു, മരണപ്പെട്ടല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് പേര് ഒച്ചപ്പാട് ഉണ്ടാക്കും, പിന്നെയും പണ്ടത്തെ പോലെ തന്നെയാണ് തുടരുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവം അങ്ങനെ തന്നെയാണ്. അവർക്ക് പുതുമ വേണം. പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നു. അതെ. പിന്നെന്ന് വെച്ചാൽ ചിലർക്ക് ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചാലും ചിലര് സിനിമ നടിയാവുക, സ്റ്റാർ ആവുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. ഇല്ല എന്നല്ല, കഴിവുണ്ടാവും. പക്ഷെ അവർക്കൊരു എൻട്രി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ സ്വന്തം ആൾക്കാർ സിനിമയിൽ ഇല്ലെങ്കിൽ, ഇപ്പോൾ ഒരു മെയിനായിട്ടുള്ള ഒരു നടനോ ഡയറക്ടറോ പരിചയമില്ല, ഒരു സിനിമയായിട്ട് ഒരു ബന്ധമില്ല, അപ്പോൾ അവർക്ക് സിനിമയിൽ എത്തിപ്പെടാൻ ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമ നടി ആവുക, ഫേമസ് ആവുക എന്നതായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ആശയം ഉദിക്കും, ഇതുപോലെ നിന്ന് കൊടുത്താൽ, അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായാൽ, നമുക്കൊരു അവസരം കിട്ടിയാൽ, പിന്നെ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മളൊരു നല്ല നില നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ് പിന്നെ ഒരു നല്ല നടിയാവാലോ എന്നുള്ള മനോഭാവത്തോടെ വരുന്ന ആൾക്കാരും ഉണ്ടാവും. ഓക്കെ. പക്ഷേ ഇപ്പോൾ നമ്മളിത് തെറ്റാണെന്ന് എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ, ഇതിൽ താല്പര്യം ഇല്ലാതെ വളരെ ജെന്യുവിനായിട്ട് അഭിനയം മാത്രം, വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറല്ലാത്ത ആൾക്കാരെ കൂടി ചതിയിൽപ്പെടുത്തി ഇതിലേക്ക് കൊണ്ടുവരിക, അവരുടെ ഇഷ്ടമല്ലാതെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ശരിക്കും തെറ്റ് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ചിലർ ഒരുപാട് പേര് സ്വമേധയാ തന്നെ ഞങ്ങൾ ഇതിന് റെഡിയാണ് എന്ന് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഡയറക്ടറെയും നടന്മാരെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പോൾ അത് കണ്ട് ശീലിച്ച ആൾക്കാർ എന്ത് ചെയ്യും? മറ്റുള്ളവരെ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ ആ രീതിയിൽ കിട്ടുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത്
ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഈ തിങ്ങി നിറഞ്ഞ് ബസ്സിൽ പോകുന്ന സമയത്ത് സ്ത്രീകളെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അത് ഈ എല്ലാവരും ഇതുപോലെ ചെയ്യുന്നത് വെച്ചാൽ കുറേ ആൾക്കാർ ഇതിന് സപ്പോർട്ടായിട്ടുണ്ട്, കുറേ ആൾക്കാർ ഇതിന് സപ്പോർട്ട് അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലേഡീനെ ഒരു പുരുഷൻ ഇതുപോലെ സ്പർശിക്കുകയാണ് അല്ലെങ്കിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ലേഡി എന്ന നിലയിൽ ചെയ്യുന്നത് ഫസ്റ്റ് എനിക്കിതിലൊട്ടും താല്പര്യമില്ല എന്ന രീതിയിൽ അയാൾ നോക്കുക, അല്ല അയാളോട് കാര്യങ്ങൾ പറയാൻ നമുക്ക് ധൈര്യം ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ അവരെ കൺവേ ചെയ്യിപ്പിക്കാം, നമുക്കത് താല്പര്യമില്ല. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും നിങ്ങൾ അതുപോലെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ഒന്നുകിൽ അടി കൊടുക്കാം അല്ലെങ്കിൽ ആളുകളെ വിളിച്ചു കൂട്ടി ബഹളം ഉണ്ടാക്കാം. അങ്ങനെയുള്ള ധൈര്യം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത് ഉള്ള ഏതെങ്കിലും ഒരാളുണ്ടാവില്ല, അവരോട് പറയാം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഒന്ന് ഇതാക്കോ. കൂടുതൽ അപ്പോൾ എനിക്കും ഇതുപോലെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു പ്രായത്തിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ നമുക്ക് പേടിയായിരിക്കും. അപ്പോൾ ഞാൻ പക്ഷേ റിയാക്ട് ചെയ്തിട്ടില്ല, അവരെ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ആ രീതിയിൽ ഉണ്ടായിട്ടില്ല, ഞാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നോക്കി. അപ്പോൾ 2-3 പ്രാവശ്യം എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെ, പിന്നെ അങ്ങനെ നമ്മൾ താല്പര്യം ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നും ചെയ്തിട്ടില്ല, അവർ തിരിച്ചു പോകും. അപ്പോൾ ദിശ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ താല്പര്യമില്ലാത്ത ആൾക്കാരെ ട്രാപ്പ് പെടുത്തിയിട്ടൊക്കെ അല്ലെങ്കിൽ പല അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലാറ്റിലേക്ക് വിളിച്ചു. അതുപോലെ പാരന്റ്സും പാരന്റ്സിനായിരിക്കും കൂടുതൽ താല്പര്യം, മോളെ സിനിമ നടിയാക്കണം എന്നൊക്കെ ഭയങ്കര താല്പര്യം അച്ഛനും അമ്മക്കും ആയിരിക്കും. അപ്പോൾ ഇവര് കുട്ടികൾ അറിയാതെ തന്നെ അച്ഛനും അമ്മയും ട്രാപ്പിൽ പെടുത്തിയ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അല്ല, അതുപോലെ തന്നെ അച്ഛനമ്മയും പെടുത്തിയിട്ട് ഇവരെ അച്ഛനമ്മയും സപ്പോർട്ടാണ് ഇതിനൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, തീരെ ഇതിനോട് സപ്പോർട്ട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളത് തിരിച്ചറിയുക. ഇപ്പോൾ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ വലുത് എൻ്റെ കരിയറാണ് എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ അതിലേക്ക് പോകുന്നു. അല്ലാത്തവർ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തിരിച്ചു പോകുന്നു, വേറെ ട്രൈ ചെയ്യുന്നു. ഇത് എത്ര കാലം കഴിഞ്ഞാലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങുക. അവസാനം ചിലപ്പോൾ ഇപ്പൊ മുമ്പോട്ട് വരുന്ന കുറെ ആൾക്കാർ എന്നോട് അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ അത് പറ്റുമോ എന്ന് അറിയാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അവർ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക അന്ന് തന്നെ. ഇപ്പം അത് ഇഷ്യൂ ആക്കേണ്ടത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അന്ന് ഇവർക്ക് ഇത് പറയാനുള്ള ഒരു വേദി ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് പുറത്തേക്ക് വന്നത് എന്നാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനുള്ള ഒരു ആക്ഷൻ എടുക്കാം. പല രീതിയിൽ പത്രസമ്മേളനം വിളിച്ചു കൂട്ടാം, അല്ലെങ്കിൽ പുറത്ത് നമുക്ക് അനൗൺസ് ചെയ്യാം. കേസ് ഫയൽ ചെയ്യാം. അതൊക്കെ ചിലപ്പോൾ വർക്കാവുന്നുണ്ടാവില്ല, സ്വാധീനം ഉപയോഗിച്ച് അതൊക്കെ ഇല്ലാതാക്കാൻ. അതെ, ഇപ്പോൾ എപ്പോഴും വേണ്ടത് ഒരു കുറ്റക്കാരനാണെന്ന് ശരിക്കും തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിക്കണം. പിന്നെ ഒരാൾക്ക് അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നുമ്പോൾ തന്നെ പേടി തോന്നിക്കുന്ന രീതിയിലുള്ള ശിക്ഷകൾ കൊടുക്കണം. അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇത് കുറച്ച് നാൾ ഇത് ഭയങ്കര കോലാഹലമൊക്കെ ഉണ്ടാക്കും, പിന്നെ അത് കെട്ടടങ്ങും, പിന്നെ വേറെ ഒരു ഇഷ്യൂ വരും, പിന്നെ എല്ലാവരും അതിന്റെ പുറകെ പോകും. അത് മാത്രമല്ല, ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ പല പേരുകളും വലിച്ചഴിച്ച് അത് മിസ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ടാവും. ഒന്നും അല്ലാത്ത ആൾക്കാരുടെ പേര്. അതെ, ഇപ്പൊ ഒരു 5 ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ പലരും കൂടി എന്നാൽ പിന്നെ ഇയാളുടെ പേരും കൂടി പറഞ്ഞോ, എന്തായാലും നിങ്ങൾ പേര് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പല സ്വാർത്ഥ താല്പര്യങ്ങളും പൈസ ഓഫർ ചെയ്യും. രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നടക്കും പോലെ ഇന്നയാളുടെ പേരും കൂടെ പറയൂ, അല്ലെങ്കിൽ ഇന്ന നടന്റെ പേരും കൂടെ പറയുമെന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ നടക്കാം. ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അതിന് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ പറയും. സത്യത്തിൽ ഈ നടന്റെ ഒരു ബുദ്ധിമുട്ടും അല്ലേ, അതും നമ്മൾ ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ പേരുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഫാമിലിക്ക് ബാധിക്കുന്നത്. ജനങ്ങളൊന്നും പിന്നെ ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് പോകണമെന്നില്ല, മുമ്പിൽ കാണുന്ന ന്യൂസ് വായിച്ച തള്ളിക്കളയും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഇതിപ്പോ ഒരു ജോലിക്ക് വേണ്ടി ഇപ്പൊ ഒരു ഗവൺമെന്റ് പിൻവാതിൽ നിയമനമൊക്കെ അറിയാലോ, ഒരു ജോലിക്ക് വേണ്ടി ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിച്ചിട്ട് അർഹതയില്ലാത്തവരെ സ്ഥാനത്തേക്ക് കയറ്റുന്നതൊക്കെ അറിയാലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് യഥാർത്ഥത്തിൽ അർഹതയുള്ള ആൾക്കാരുടെ അവസരമാണ് ഇവർ ഈ രീതിയിൽ ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വർഷങ്ങളാണ്, ഒരു 30-40 വർഷമൊക്കെ ചിലർ ആ ഒരു സ്ഥാനത്ത് നിൽക്കും. അപ്പോൾ അതിലൂടെ നമ്മളുടെ സമൂഹത്തിന്, നമ്മളുടെ രാജ്യത്തിന് തന്നെയാണ് നഷ്ടം വരാൻ പോകുന്നത്. കഴിവുള്ള ആൾക്കാർ ആ മേഖലയിൽ വന്നാൽ രാജ്യത്തിന് ഒരുപാട് പുരോഗതിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ആളെ മാറ്റി നിർത്തിയിട്ട് ഇവർ കൈക്കൂലിയും പല ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഒരു സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ സിനിമാ ഫീൽഡിലാകുമ്പോൾ നമുക്ക് സമൂഹത്തിനെ ബാധിക്കുന്ന എത്രത്തോളം അറിയില്ല, ആ ഒരു വ്യക്തിയെയാണ് ബാധിക്കുന്നത്. അതേപോലെ എല്ലാ മേഖലയിലുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ കൂടുതൽ അറിയുന്ന ഹെൽത്ത് സെക്ടറിലാണ് അറിയുന്നത്. അവിടെയും ഒരുപാട് പീഡനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ രീതിയിൽ ആർക്കും പുറത്ത് പറയാനോ പേടിയൊക്കെയാണ്. ഇപ്പോൾ ഒരു വലിയൊരു സ്ഥാപനം ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെതിരെയൊക്കെ ആൾക്കാർക്ക് പറയാൻ പേടിയാണ്. കാരണം നമുക്ക് എല്ലാവരും സാമ്പത്തികമായിട്ടും എല്ലാം സ്വാധീനങ്ങളൊക്കെ ഇല്ലാത്ത ആൾക്കാരായിരിക്കും, ജോലി അന്നൊന്ന് ജീവിച്ചു പോകുന്ന ആ ഒരു സെറ്റപ്പിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് പുറത്ത് പറയാൻ പേടിയാണ്. പിന്നെ തീരെ സഹിക്കാതെ വരുമ്പോൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നു. പലർക്ക് റിസൈൻ ചെയ്യാൻ പറ്റാതെ തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരും, അങ്ങനെ ഒരുപാട് ആൾക്കാരെ പേഴ്സണലി അനുഭവം എനിക്ക് അറിയാം. ഞാൻ പല ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്നതല്ലേ. അല്ല, അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചത്. ഇത് പറയാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടായി. എനിക്കൊന്ന് വലിയൊരു ഫേസ് വാല്യൂ ഉള്ള നടിമാരൊന്നും ആരുടെ പേര് പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. ഈ പുതുമുഖ അല്ല 1-2-3 സിനിമകളിലൊക്കെ മുഖം കാണിച്ച ആളുകളൊക്കെയാണ് ഇതുപോലുള്ള പേരുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട്. ഇനിയിപ്പം ആളുകളുടെ ഇനിയിപ്പം ഒരുപാട് പേരുകൾ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്.
ഇവിടെ നമുക്ക് വേറൊരു ഇതിൻ്റെ വശം എന്ന് വെച്ചാൽ ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മുന്നോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യതകൾ ഇല്ലാതാവുകയാണ്. ഇപ്പം ഞാനൊക്കെ എന്ത് നല്ല ടാലൻ്റുള്ള വ്യക്തിയാണ്, നല്ല വെച്ചാൽ നമുക്കൊന്നും ഒരു ചാൻസ് കിട്ടുന്നില്ലല്ലോ, തമാശ പറഞ്ഞാണ്. അതുപോലെ കഴിവുകളുള്ള ഓഡീഷനൊക്കെ പോയിട്ടുള്ള ഒരുപാട് ശ്രമിക്കുന്ന ഒരുപാട് നടികളൊക്കെ ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ ഇപ്പോൾ സെലക്ഷൻ ആയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഇതാണ് അല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണോ എന്നത്. അവിടെ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവർക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും, സ്വാഭാവികം. അത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളും സത്യം പറയാൻ ഇനി ഇരയാക്കപ്പെട്ട ആളുകൾക്ക് സംരക്ഷണം കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഞാൻ അവിടെയുള്ള ചില പോയിന്റ്സ് ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് പല ആൾക്കാരുടെ പേരുകൾ പറയാനുള്ള സാധ്യതകളുമുണ്ട്. ഇങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ വലിയൊരു തെറ്റ് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് വീണ്ടും അവർ അത് തന്നെ പറഞ്ഞ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്. സ്വീകരിച്ച് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ശിക്ഷിക്കപ്പെടാം. അപ്പം അത് കണ്ടിട്ട് പേടിയായിട്ടെങ്കിലും അടുത്ത ഒരു ആക്ടറും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറൊക്കെ ഇത് ചോദിക്കാൻ പേടിയാവും, ഇതൊരു വിഷയമാവുമോ, അതൊന്ന് തളച്ചിടണം നിയമപരമായിട്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനെ പൊന്തി വരാനുള്ള സാധ്യതകളുണ്ട്. ഇത്രയും കാലത്തൊരു ഗ്യാപ്പിന് ശേഷമാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം പൊന്തി വരുന്നത്. അപ്പം ഒരു തമാശയിൽ ചോദിച്ച ആൾക്കാരുണ്ടാവും, രസകരമായി വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ സംസാരിച്ച ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇപ്പം അതെടുത്ത് അതൊരു മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ശരിയായ രീതിയിൽ അന്വേഷിക്കണം ഓരോന്നും. എന്താണ് ഇപ്പോൾ സ്ത്രീകൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. അത് ഇപ്പം എല്ലാവരും ഇപ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ സ്ത്രീകൾ എല്ലാ അവകാശങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. പുരുഷന്മാർക്കാണ് കുറച്ചുകൂടി കുറവ് അവകാശങ്ങളൊക്കെ എന്ന് എനിക്ക് തോന്നാറുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുക, ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ അത് ആരായാലും സ്ത്രീയായാലും പുരുഷനായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ന്യൂസ് ജസ്റ്റ് ഇത് കണ്ടിട്ട് നമ്മൾ ഒരു നടനെയോ അല്ലെങ്കിൽ ഒരു നടിയെയോ ആരെയും തന്നെ അപ്പാട് അന്ധമായി നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിലൊക്കെ ഒരുപാട് കൈകടത്തലുകൾ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ പറ്റി ചിന്തിക്കുക, അല്ലാതെ പൂർണ്ണമായിട്ട് അവരെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മൾ ഇതുപോലെയുള്ള അതിൽ ട്രാപ്പിൽ പെട്ടുപോകാതിരിക്കാനൊക്കെ നമ്മളും സ്വയവും നമ്മുടെ മക്കളും നമുക്ക് പരിചയമുള്ള ആൾക്കാരും അതിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മളും ട്രൈ ചെയ്യുക. അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഓരോ മേഖലയിൽ പോകുമ്പോൾ അവിടെ എന്തൊക്കെ ട്രാപ്പുകൾ വരാനും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യത ഉണ്ടൊക്കെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിൽ. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് നമ്മൾ പെരുമാറുക, ബുദ്ധിപരമായിട്ട് പെരുമാറുക. പിന്നെ വന്നതിന് ശേഷം നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അതിനുള്ള കഴിവുണ്ടാവണം മുൻകൂട്ടി. നമുക്ക് ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. അതെ, ഈ ഫേസ് വാല്യൂ ഉള്ള പല ആളുകളോട് ഇപ്പം കുറേ ആളുകൾ കുറേ നടിമാർ പറഞ്ഞിട്ടോ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന്. അത് എന്താണെന്ന് വെച്ചാൽ അതൊരു ബുദ്ധിയാണത്, ചോദിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിയാണ്. ചില ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫേസ് വാല്യൂ ഉള്ള നടിയാകുമ്പോൾ തന്നെ ഒരു പേടിയാവും, ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു പുറത്ത് പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരാരും അവരോടൊന്നും ചോദിക്കില്ല. ഇവരൊക്കെ ഒന്ന് പൾസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ചോദിച്ച പ്രശ്നമൊന്നുമില്ല, അവരാരോടത്ത് പറഞ്ഞാൽ കേൾക്കൂല. അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ അടുത്താണ് കൂടുതൽ ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കാനും അതുപോലെ തന്നെ മോശപ്പെട്ട രീതിയിൽ പെരുമാറാനും സാധ്യത. വ്യത്യാസം ഫേസ് വാല്യൂ ആൾക്കാരോട് പറഞ്ഞാൽ ഒരു വിവരം അറിയും. അതുകൊണ്ട് തന്നെ അവരോടൊന്നും ആ രീതിയിൽ ചോദിക്കില്ല. അവരോടൊക്കെ നല്ല മാന്യമായി പെരുമാറുന്ന ആളുകളുമുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒരാൾ പൂർണ്ണമായും നല്ലത് പൂർണ്ണമായും മോശം എന്നില്ല, എല്ലാവരിലും നല്ല വശവും മോശം വശവും ഉണ്ട്. അപ്പൊ അത് അവസരം വരുമ്പോഴാണ് ഓരോരുത്തരും പുറത്തെടുക്കുന്നത്, സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടറിഞ്ഞ് പെരുമാറുക. അതെ, നമുക്ക് താല്പര്യമില്ല. ഇതിന് ഒറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുക. പിന്നീട് അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ ഇല്ലാതാക്കുക, ബന്ധങ്ങൾ തന്നെ ഇല്ലാതാക്കുക. മാത്രമല്ലോ ലോകത്തില് വലിയ ആൾക്കാരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞില്ല. പിന്നെ അവരുമായിട്ട് എന്തുണ്ടെങ്കിലും അയാൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഇതിനാണല്ലോ. അപ്പോൾ അവരൊരു കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇപ്പോൾ ഒരു നടനെ കുറിച്ച് പറഞ്ഞത് കേട്ടു, 2008 നടന്നൊരു കാര്യം, നടനെ കുറിച്ചിട്ട് മോശപ്പെട്ട കാര്യം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞത് റിവീൽ ചെയ്തത്. പക്ഷെ 2020 അവരുടെ പ്രൊഫൈൽ പിക്ചർ നോക്കുമ്പോൾ അതേ നടനുമായിട്ട് തന്നെ ഒരു പ്രൊഫൈൽ പിക്ചർ അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ അവരോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയെ വീണ്ടും നമ്മൾ ആരാധിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോ ഇടുക എന്ന് പറയുന്നത് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ സെൻസിലെടുത്ത് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ഇതാരെയും വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് ഇവരൊന്നും ഡയറക്റ്റ് പരിചയമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഈ അവസരം മുതലെടുക്കുന്ന ഒരുപാട് പേരുണ്ടാകാം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രമാണ് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം.